ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. ഒരു പുതുപുത്തൻ ഐറ്റം തന്നെ പറയാം. നമുക്ക് വീട്ടിൽ കുറച്ച് പാസ്തയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു പാനിൽ കുറച്ച് നിറയെ തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റമാണ് പാസ്ത അല്ലെങ്കിൽ മാക്രോണി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് വെള്ളത്തിലേക്ക് ഞാൻ ഒരല്പം ഉപ്പ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാസ്തയിലേക്ക് പിടിച്ചിട്ടാനുള്ള ഉപ്പ്. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്ക് ആവശ്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു നീളമുള്ള ടൈപ്പ്, ഇതിന് പെന്നെ പാസ്ത എന്നാണ് പറയുക. ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണ്ടി കൊടുക്കുക, പക്ഷേ ഏറ്റവും നല്ലത് ഈ ഒരു പാസ്തയാണ് കേട്ടോ, ഇതുപോലെ നീളമായിട്ട് വരുന്നത്. കാരണം നമുക്ക് ഈ ഒരു സ്നേക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പാസ്ത വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് കിട്ടും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും സമയം വേണ്ടി വരില്ല വേവാനായിട്ട്. പിന്നെ ചില പാസ്തയുടെ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോന്നിനനുസരിച്ച് വേവിലും വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാസ്ത നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ പാസ്ത ഇപ്പം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അടുത്ത നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒറിഗാനോ ആണ്, നമ്മൾ പിസയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സെയിം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോസും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിതൊന്ന് സിമ്പിളായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ പിസ്സ സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണേ. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സോസ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലൊരു പാനിലാണ് ഞാൻ ഈ സ്നാക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാനും എടുക്കുക, നോൺ സ്റ്റിക്കായാലും ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പാനിൽ ഞാൻ ഇതുപോലെ ചെറിയ പീസ് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ അളവിന് അനുസരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് സ്ക്യൂർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്യൂർ ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ സ്ക്യൂർ എടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള മക്രോണിയാണ്. ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം ഈ ഒരു സ്ക്യൂവറിൽ നന്നായിട്ട് കോർത്തെടുക്കണം, ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്ന പോലെ. അപ്പോൾ ഇതുപോലെ കോർത്ത് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, സിമ്പിളാണ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ കയറിക്കോളും. അപ്പോൾ എല്ലാം ഒരേ രീതിക്ക് തന്നെ ഒരേ അളവ് തന്നെ കോർത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പാസ്തയാണ് ഈ ഒരു സ്നാക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഓർഡറിൽ നല്ല നീറ്റായിട്ട് കോർത്തതിന് കാണാനും നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് വെക്കുന്ന സമയത്ത് അങ്ങനെ വിട്ടുപോകുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം മുഴുവനായിട്ടും കോർത്തെടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കോർത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലല്ലോ, നല്ല ഓർഡറിൽ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു പാനിൽ ഫസ്റ്റ് ടൈം ബേക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനനുസരിച്ചിട്ട് കോർത്തെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം 4 എണ്ണമാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. 4 ഞാൻ ഇതുപോലെ കോർത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസാണ് കേട്ടോ. ഇത് ആ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ നല്ലപോലെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ സോസ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഇതുപോലെ നല്ല സോസ് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോസൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലും മുഴുവനായിട്ട് നന്നായിട്ട് സോസ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ കുറച്ചധികം തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സോസിൻ്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ സ്നാക്കിൻ്റെ ടേസ്റ്റും കൂടി.
അപ്പോൾ അടുത്തത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മോസറല്ല ചീസ് ഉണ്ടല്ലോ, ആ ഒരു വലിയുന്ന ടൈപ്പ് ചീസ്, അത് നല്ല രീതിക്ക് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രയാണ്, ഇതിനൊന്നും കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചീസൊക്കെ ഇതിൽ നിന്ന് വെലിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിന് കൊള്ളുന്നത്ര രീതിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോസറല്ല ആകുമ്പോൾ കുറച്ചുകൂടി ആ ഒരു വലിയുന്ന ടൈപ്പായിട്ട് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ മോസറല്ല ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ സ്ലൈസ് ചീസ് ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ രീതിക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ചീസ് ഇതുപോലെ മുഴുവൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്രീൻ കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു കയ്യിൽ, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കളേഴ്സിലൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ റെഡൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ. ക്യാപ്സിക്കം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഇല്ലയെന്ന് വെച്ചിട്ട് തയ്യാറാക്കുന്നത് നിൽക്കാൻ വേണ്ട, ചിക്കൻ നിർബന്ധവും ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഡബിൾ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഉച്ചക്കൊക്കെ കറിയൊക്കെ വെച്ചതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിക്കൻ പീസ് എടുത്തിട്ട് ചെറിയ രീതിക്ക് കൈ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ ഒരു സ്നാക്കിലേക്ക് നിന്ന് നിർബന്ധമായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി ഉണ്ടല്ലോ, അത് കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബ്ലാക്ക് ഒലീവ്സ് ഇല്ല, നമ്മൾ പിസയ്ക്കൊക്കെ ഇടുന്നത്, അതും കൂടി കാണാനൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ വെച്ച് കൊടുത്തുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. നിർബന്ധമൊന്നും ഇല്ല ഇത് വീട്ടിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഹോൾസുള്ള അടുപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ, കാരണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ആവി പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് കറക്റ്റ് ഒരു 4-5 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചീസ് ഒന്ന് മെൽട്ടായി കിട്ടണം, അത്രേ വേണ്ടൂ. ഓവർ കുക്ക് ആവാനും പാടില്ല. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ അടിഭാഗം, ഈ ഒരു പാസ്തയുടെ അടിഭാഗം ഭയങ്കരമായിട്ട് ഹാർഡായിപ്പോവും. അതുകൊണ്ട് 4 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ എനിക്കിപ്പോൾ എടുത്തിട്ടുള്ളത് കറക്റ്റ് 4 മിനിറ്റാണ് കേട്ടോ ഞാൻ ടൈം നോക്കിയ സമയത്ത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഓവർ മെൽട്ടായിട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്തയുടെ അടിഭാഗം ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം, അങ്ങനെ ഹാർഡായിട്ട് കഴിക്കുന്നതിന് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ചെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു മാക്രോണി സ്റ്റിക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക, ചൂടോടെ തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ലേ, കാണാനും നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഞാനിട്ട പോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ ഇതൊക്കെയാണ് കയ്യിലുള്ളത്, അതിനനുസരിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. നാളെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്